എല്ലാവർക്കും നമസ്കാരം. രുചികരകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് സാൻഡ്വിച്ചുകളുടെ പുതിയ ലോകം, ക്രീമി സാൻഡ്വിച്ച്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും, കാരണം അത്ര ടേസ്റ്റാണ്. ഇത് നമുക്കൊന്ന് തയ്യാർ ചെയ്ത് നോക്കാം. കാരണം ക്രീമും ഹോം മെയ്ഡ് മയനൈസും ചിക്കനും ഒക്കെ ചേർന്ന വളരെ രുചികരമായ ഒരു സാൻഡ്വിച്ച്. ഇത് അധികം സമയം കളയുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമുക്കൊരു അടിപൊളി ക്രീമി ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 200 ഗ്രാം ചിക്കൻ, ഇത് കുരുമുളകും ഉപ്പും ഒക്കെ ചേർത്ത് നല്ലതുപോലെ പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. വളരെ പൊടിയായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതിലേക്ക് ഒരു സബോള പൊടിയായി കൊത്തിയരിഞ്ഞത്, ഒരു കാരറ്റ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ഒരു ചെറിയ പീസ് കാബേജ് അതും ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ കാര്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരു കുറച്ച് ഭാഗം ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ മയോനൈസ് ചേർക്കാണ്, 3 ടേബിൾ സ്പൂൺ ക്രീം, മയോനൈസിന് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. പിന്നെ നമുക്ക് ഇളക്കി നോക്കിയ ശേഷം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി നമുക്കൊന്ന് യോജിപ്പിക്കാം. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ആരംഭിക്കാം. സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 2 ബ്രെഡ് പീസ്, ഇത് സാൻഡ്വിച്ച് ബ്രെഡാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് ഞങ്ങളിത് വാങ്ങിയതാണ്. ഇനി അഥവാ സാൻഡ്വിച്ച് ബ്രെഡ് ഇല്ലെങ്കിലും നമുക്ക് സാധാ ബ്രെഡിൽ ഇത് ഉണ്ടാക്കാൻ സാധിക്കും. ഈ ക്രീം കറക്റ്റ് ആയിരുന്നാൽ മതി. അപ്പോൾ 2 സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡിലും നല്ലപോലെ പുരട്ടി എല്ലാ സൈഡിലും ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മറ്റേ ബ്രെഡ് എടുത്ത് വെക്കുകയാണ്. ഒന്ന് പ്രസ് ചെയ്ത ശേഷം കത്തിയുണ്ട്, ഇതിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. മുഴുവൻ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒരു ഷോയ്ക്ക് വേണ്ടിയാണ്. കട്ട് ചെയ്തില്ലെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സൈഡൊക്കെ വൃത്തിയായിട്ട് കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോണോട് കോണൊന്ന് മുറിക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്യാം. വളരെ രുചികരമായ ക്രീമി സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കണം. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് സാൻഡ്വിച്ച് ബ്രെഡിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. സാൻഡ്വിച്ച് ബ്രെഡ് ഇല്ലെങ്കിലും ഞങ്ങൾ ഈ പറഞ്ഞ ലെവലിൽ സാധാ ബ്രെഡ് വാങ്ങിച്ച് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവിനെയും ഒക്കെ അറിയിക്കണം. നിങ്ങളുടെ കമൻസ്, വിലയേറിയ കമൻസ് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ റെസിപ്പിയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ്.